പത്തരമാറ്റിലാണെങ്കിൽ നമ്മുടെ നവ്യാണെങ്കിൽ അനിയെ രക്ഷിക്കാനായിട്ട് ഒരുങ്ങുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അവന്തിക അഭിയുടെയും അവളുടെ അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ പക്ഷത്താണെന്ന് നമ്മുടെ നവ്യയ്ക്കറിയാമല്ലോ. അതുകൊണ്ട് തന്നെ തൻ്റെ അനിയത്തിയുടെ കാമുകനെ അവൾ അങ്ങനെ തട്ടിയെടുക്കേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് നവ്യ എത്തുന്നുണ്ടെന്ന് കാണാം. തൻ്റെ അനിയത്തിയുടെ കാമുകൻ അവൾക്ക് തന്നെ സ്വന്തമായിരുന്നാൽ മതി. അനി സത്യം പറഞ്ഞാൽ ഒരു പാവം തന്നെയാണ്. അവനെ ഇവളെപ്പോലെ ഒരു ദുഷ്ടയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അത് ശരിയാകില്ല എന്ന് തിരിച്ചറിയുന്നൊരു കാഴ്ച കാണാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെ നമ്മുടെ നവ്യാണെങ്കിൽ ഈ വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് അനിയെ രക്ഷിക്കാനായിട്ട് ഇറങ്ങിത്തിരിക്കുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിൽ അനി ഭയങ്കരമായ ടെൻഷനിലാണ് എന്ന് കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് നന്ദുവിനെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട്, എടി നന്ദു, എങ്ങനെയാണ് ഈ വിവാഹ നിശ്ചയം ഒന്ന് മുടക്കാനായിട്ട് കഴിയുക? നിൻ്റെ കയ്യിൽ വല്ല പരിപാടി ഉണ്ടെങ്കിൽ, വല്ല ഐഡിയ ഉണ്ടെങ്കിൽ, ഉപദേശമുണ്ടെങ്കിൽ പറഞ്ഞു താടി എന്ന് പറയുമ്പോൾ, എനിക്കറിയില്ല, ഞാൻ എന്ത് പറയാനാ നിൻ്റെ അടുത്ത്, എനിക്കിപ്പോൾ വഴിയൊന്നും തെളിഞ്ഞു വരുന്നില്ല, നീ എന്തെങ്കിലും ചെയ്യ്, അങ്ങനെ ഈ വിവാഹ നിശ്ചയം മുടക്കുക എന്ന് പറയുന്നത് കാണാനായിട്ട് സാധിക്കും. ഇവിടെയാണെങ്കിൽ അഭിയാണെങ്കിൽ വളരെയധികം ടെൻഷനിലാണ്. ഇനി അനിയങ്ങാനും അവന്തികയെ വിവാഹം കഴിച്ചില്ലെങ്കിൽ സ്വത്ത് കിട്ടില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം നവ്യയുടെ മുൻപിൽ വന്ന് നമ്മുടെ അഭി മനസ്സ് തുറന്ന് ഒന്ന് പേടിപ്പിച്ച് ഒരു പരിഭ്രമത്തോടെ ചോദിക്കുന്നുണ്ട്, അവന്തികയെ അനി വിവാഹം കഴിക്കുമോ എന്ന് ചോദിക്കുമ്പോൾ നന്ദുവിനെ എന്തായാലും വീട്ടിലേക്ക് കയറ്റാത്തത് കൊണ്ട് തന്നെ ചാൻസും ഒക്കെ കൂടുതൽ അവന്തികയ്ക്ക് തന്നെയാണെന്ന് പറഞ്ഞ് നമ്മുടെ അഭിക്ക് ആത്മവിശ്വാസം കൊടുക്കുന്നുണ്ട് നവ്യാട്ടോ. ഇതിനിടയിൽ നയനയ്ക്കും ആദർശിനും തന്ത്രപൂർവ്വം മെസ്സേജ് അയക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും.